എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 19 വെനസ്ഡേ 2026. നമ്മൾ ഒരു 4-5 ഡേയ്സായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. കാരണം വീക്കെൻഡിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം മാർക്കറ്റിൽ ഉണ്ടാവാത്തതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളും തരാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പിനകത്ത് നമ്മൾ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൺഡേ ഒരു ബൈയിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ബൈയിങ് സെറ്റപ്പ്. ഓൾമോസ്റ്റ് 1:10 മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പ്രത്യേകിച്ച് നമുക്ക് കാരണം വെച്ചാൽ മാർക്കറ്റ് ഫുള്ളി സൈഡ് വൈസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് പക്ഷേ പുട്ട് സൈഡിൽ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് സൈഡിൽ ട്രേഡ് ഹോൾഡ് ചെയ്യരുത്. കാരണം 24,200 പുട്ട് സെല്ല് ചെയ്ത സെല്ലേഴ്സ് സ്റ്റിൽ ആക്റ്റീവാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,270 റേഞ്ച് വരെ അവർ കൊണ്ടുവന്നു. അവിടെ വരെ കൊണ്ടുപോയിട്ടാണ് മാർക്കറ്റിൽ സെല്ല് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് വ്യൂ ആണ്. അതെന്ന് വെച്ചാൽ നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് ഒരിക്കലും വോളിയം പ്രൊഫൈൽ ബേസ്ഡ് മാത്രമായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന ആളുകൾക്ക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ പൊസിഷൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ, ഓക്കെ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ ഇതിനകത്തുള്ള നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒരിക്കലും അത് ടിപ്പ് കൊടുക്കുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ കോഴ്സ് കൊടുക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പോ അല്ല. വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓഫ് കോഴ്സ് നമ്മളവിടെ ലെവൽസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സ്പൂൺ ഫീഡിങ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് പഠിപ്പിച്ചത് അതിൻ്റെ ബേസിലുള്ള ലെവൽസ് കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഡാറ്റ റീഡ് ചെയ്തിട്ടൊരു വ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ബുള്ളിഷാണ് അല്ലെങ്കിൽ ബിയറിഷ്, അതിനനുസരിച്ചാണ് നമ്മൾ ലെവൽസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാതെ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് നമ്മൾ കോള് പുട്ട് എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാന് നമ്മളെ ലെവൽ വെച്ച് ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകൾ വരുന്നുണ്ട് കോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ കയ്യിൽ കൊണ്ടു കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ അഫോർഡബിളായ ഫീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5,000 വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ലൈഫ് ടൈം ആക്സസ് ആണ് ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്നത്. അത് ലൈഫ് ടൈം കോൾസ് അല്ല കൊടുക്കുന്നത്, ലൈഫ് ടൈം ആക്സസ് ആണ് കൊടുക്കുന്നത്. അവർക്ക് വോളിയം പ്രൊഫൈൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ്, പിന്നെ വോളിയം പ്രൊഫൈലിൻ്റെ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ അത് നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ലെവൽസ് കൊടുക്കുന്നു. ഓഫ് കോഴ്സ് എല്ലാ ദിവസങ്ങളിലും നമ്മൾ ലെവൽസ് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളാണ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ 5,000 പഠിപ്പിച്ചിട്ട് ലൈഫ് ടൈം അവർക്ക് കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോഴ്സ് അല്ല കൊടുക്കുന്നത്, ലെവൽസാണ് കൊടുക്കുന്നത്. അത് ലെവൽസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലോജിക്ക് എന്താണ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുത്തത് അതിൻ്റെ ബേസിലുള്ള ലെവൽസ് മാത്രമല്ല. അല്ലാതെ ഞാനൊരു ലെവൽസ് കൊടുക്കും, അവർ വേറെ ലെവൽസ് അല്ല. ഞാൻ കൊടുക്കുന്ന ലെവൽസിൻ്റെ ലോജിക്ക് അടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകൾ മാത്രം പഠിക്കുക, അല്ലാതെ കോഴ്സിനോ കാര്യങ്ങളൊക്കെ ആരും വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലെ 2 ദിവസത്തെ ലെവൽസ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ലെവൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻസെക്സിൻ്റെ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ 2 ദിവസമായിട്ട് ലെവൽസ് ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ലൈവിൽ മാത്രമാണ് കൊടുത്തത്. ഓക്കെ, മിനിഞ്ഞാന്നാണെങ്കിൽ ലൈവിലാണ് കൊടുത്തത്, ഇന്നലെയാണ് ലൈവിൽ. പക്ഷേ എന്ത് ചെയ്തു, ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഇന്നലെ രാത്രി ഓൾറെഡി ട്രേഡ് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു കോൾ ഓപ്ഷൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ്റെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോൾ ഓപ്ഷൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ്. അത് ഡിലീറ്റ് ആക്കിയതാണ്. പക്ഷേ മാർക്കറ്റ് അതിന് താഴെയാണ് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ അത് വാലിഡ് അല്ല, അതുകൊണ്ടാണ് അത് കളഞ്ഞത്. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, നമുക്ക് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ആയത് 358 ആണ്. പക്ഷേ നമ്മൾ ലെവൽ ഓൾമോസ്റ്റ് കൊടുത്തിട്ടുണ്ടായ 400+ ആണ് കൊടുത്തത്. അപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് കോളിൻ്റെ സൈഡിൽ ലെവൽസിൽ ആക്റ്റീവ് അല്ല, അവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യം വന്നില്ല. അതിനുശേഷം പുട്ട് ഓപ്ഷനിലേക്ക് വരാം. ഇത് ഡിലേ ആണ്, ചാർട്ട് സെൻസെക്സിൻ്റെയാണ്. ഇപ്പോൾ ഞാൻ ടൈം 2 മണി ആയിട്ടുള്ളൂ, കുറച്ച് നേരത്തെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മുൻപേ ഗോൾഡിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലെവൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുട്ട് ഓപ്ഷനിലാണെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200+. ഓക്കെ, 202 ആ റേഞ്ചിലൊക്കെ മേടിക്കാം. 170 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് SL ആയിട്ട് വന്നത്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, അതിൻ്റെ മേലെയാണ്. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നേരെ മേലെയാണ് പോയത്. അപ്പോൾ നമ്മളെ ലെവൽസ് വെച്ച് യെസ്റ്റർഡേത്തെ ലെവൽസ് വെച്ച് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് എന്താണോ റീടെസ്റ്റ് വരേണ്ട ആവശ്യമുണ്ടോ. പക്ഷേ മാർക്കറ്റ് റീടെസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു, ലൈവിൽ ഞാൻ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ലൈവിൽ കൊടുത്ത ലെവൽസ്. ഓക്കെ, 232 ഓൾറെഡി ചില ആളുകൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ SL ട്രെയിൽ ചെയ്യണം, 230ലേക്ക് SL ട്രെയിൽ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുത്തത്. ഓൾമോസ്റ്റ്
9.5 ആ റേഞ്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ എൻ്റെ റീസൺ അടക്കം ഞാനാണ് കൊടുത്തത് ഈ 252 232 എന്നുള്ള ലെവൽസിൻ്റെ റീസൺ. ബിക്കോസ് ആ റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ടൈം അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ബ്ലൈൻഡായിട്ട് തന്നെ വിശ്വസിച്ച് ഒരു ട്രേഡ് എടുത്ത് 230 SL വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. നെക്സ്റ്റ് ടൈം ഇൻ കേസ് ട്രേഡ് മിസ്സായാൽ പോലും അവർക്കൊരിക്കലും എന്ത് ചെയ്യില്ല, നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്താണ് ഈ ലെവൽസ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ വോളിയം പ്രൊഫൈൽ കോഴ്സ് ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്ക് വന്നിട്ട് കമൻറ്റിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലെവൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഈ ഒരു ടൈമിലുള്ളപ്പോഴാണ് കൊടുത്തത്. ഞാൻ കൊടുത്തതിന് ശേഷം കറക്റ്റ് ലെവലിൽ വന്നു. 250 എന്ന മാർക്കറ്റ് ഓൾമോസ്റ്റ് 400 വരെ പോയിട്ടുണ്ട് അല്ലേ, 408 വരെ പോയിട്ടുണ്ട്. ഏകദേശം 150 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നമ്മളെ ലെവലിൽ. 150 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്തതെന്നല്ല പറയുന്നത്, 150 പോയിൻറ്റ് മൂവ് ചെയ്തെന്നാണ് പറയുന്നത്. നമ്മൾ SL നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏകദേശം 20 പോയിൻ്റാണ് SL വരുന്നത്. 20 പോയിൻറ്റ് SL എന്ന് പറയുമ്പോൾ സ്വാഭാവികം അറ്റ്ലീസ്റ്റ് ഒരു 40 പോയിൻ്റെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, പക്ഷേ 150 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ലൈവ് തന്നെയാണ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായത്. കറക്റ്റ് പിക്ചർ പെർഫെക്റ്റ് രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ലോജിക് അടക്കം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ലോജിക് മീൻസ് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ടൈമിലുള്ളപ്പോഴാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ലെവലിൻ്റെ മേലെ, ഓക്കെ, ആരോ മാർക്ക് അടക്കമാണ് പോയിട്ടുള്ള ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റിലാണ് തിരിച്ച് എന്ത് ചെയ്യുക, നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവലാണ് 1 മിനിറ്റാണ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവലിൻ്റെ മേലെ പോയിട്ട് തിരിച്ച് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് സെല്ലിടാം. ഇത് നമ്മൾ SL ആയിരിക്കും. ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:5ൻ്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്തു. 1:5 എന്ന് പറയുന്നത് ഏറ്റവും മാന്യമായ റിസ്ക് റിവാർഡാണ് അല്ലേ. അതിനുശേഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോൾ സൈഡിൽ നമ്മൾ റിസ്ക് റിവാർഡ് കുറക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പുട്ട് സൈഡിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. കോൾ സൈഡിൻ്റെ പ്രീമിയം എന്താണ്, ഡൗൺ സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, കോൾ സൈഡിൽ ആക്റ്റീവായി, പുട്ട് സൈഡിൽ ആക്റ്റീവായി. പുട്ട് സൈഡിൽ ഓൾമോസ്റ്റ് 1:, ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:10ൻ്റെ മേലെ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മളെ ലെവൽ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നമ്മൾ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുത്തതാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 10:17 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് പുട്ട് വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10:17ൻ്റെ ലെവലാണ് ഈ ഒരു 282 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടെ 2 ലെവൽ, ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ലെവൽ എന്താണ്, അത് 10:17 ക്യാൻഡിൽ ഇതാ ക്ലോസ് ചെയ്തപ്പം ഉള്ള ലെവലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ 283 എന്നുള്ള ലെവൽ. അതിൻ്റെ SL എത്ര പോയിൻ്റ് ഉണ്ടെന്ന് അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എക്സലും കറക്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിനകത്ത്. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് മേടിക്കുക, സീഡ് മേടിക്കുക, പി മേടിക്കുന്നില്ല. ഒരു ലെവലിൽ ഇതിൻ്റെ താഴെ എന്താണ്, നമുക്ക് പുട്ടാണ് ആക്റ്റീവ് ആകുക. ഒരിക്കലും നമ്മൾ കോൾ എന്ത് ചെയ്യില്ല, ഹോൾഡ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ നമ്മൾ പുട്ടും ഹോൾഡ് ചെയ്യില്ല. ഏകദേശം നമുക്ക് നോക്കി കഴിഞ്ഞാൽ 4.2 പോയിൻ്റാണ് SL വരുന്നത്. ക്യാൻഡിൽ ക്ലോസ് ആണ്. ഓക്കെ, ചില ആളുകൾ പറയും 4.2 നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അത് 4 എന്നുള്ളത് 8 ആവുമെന്ന് പറയും. ബിക്കോസ് ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ SL പറയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ക്യാൻഡിൽ ക്ലോസ് ആണ് SL. കാരണം വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ എടുക്കാൻ വേണ്ടി മാർക്കറ്റ് വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ഓർഡറും നമ്മുടെ SL എല്ലാം കൂടി ഒരുമിച്ച് എന്താവും, പോകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം 4 പോയിൻറ്റും 4 കൂടി പോയി 2-3 പോയിൻറ്റ് എക്സ്ട്രാ വെച്ച് 7 പോയിൻറ്റ് നിഫ്റ്റി ഫ്യൂച്ചറിൽ SL എന്ന് പറയുന്നത് എത്ര ചെറിയ SL ആണെന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, 10:17 എന്ത് ചെയ്തു, നമ്മളെ ലെവൽ വന്നു. നമുക്ക് ഈസി ആയിട്ട് താഴെ വരെ പോയിട്ടുണ്ട്. 1:4 1:5 നമുക്ക് ടാർഗറ്റ്. സെക്കൻഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ലെവൽ, ഒരു ക്യാൻഡിൽ പോലും അതിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ നിന്നാണ് എന്ത് ചെയ്താൽ വീണ്ടും മാർക്കറ്റിൽ നമ്മുടെ ട്രേഡ് ആക്റ്റീവായി. ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ആ റേഞ്ചിലാണ് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു ട്രേഡ്, 2 ട്രേഡ്, 3 ട്രേഡ് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാ മൂന്നാമത്തെ ട്രേഡ് വന്ന സ്ഥലമാണ് നമ്മൾ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് മൂന്നാമത്തെ. ഫസ്റ്റ് ഇവിടെ ഒന്ന് ആക്റ്റീവായി, രണ്ടാമത് ഇവിടെ ആക്റ്റീവായി. ഓക്കെ, ഫസ്റ്റ് ആക്റ്റീവ് ആയപ്പോൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് 100 പോയിൻറ്റിൻ്റെ അടുത്ത് മൂവ് ചെയ്തു. രണ്ടാമത് ആക്റ്റീവ് ആയപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് 80 പോയിൻറ്റിന് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ SL എന്ന് പറയുന്നത് ഒരിക്കലും ഈ SL അല്ല, നമ്മൾ രണ്ടാമത്തെ ട്രേഡിൻ്റെ SL എന്ന് പറയുന്നത് മാക്സിമം 10 പോയിൻറ്റൊക്കെ ആയിരിക്കും എന്തായിട്ട് വരിക, SL ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് വോളിയം പ്രൊഫൈൽ കൊടുത്തത്. ഇതിൽ A to Z കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്ത കാര്യങ്ങളാണ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ജസ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ മെയിൻ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു സെല്ലിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ. അത് നമ്മൾ യൂസ് ചെയ്തതായിരുന്നു. അതിൻ്റെ റീസണ് ഞാൻ ഓൾറെഡി ബിഫോർ യെസ്റ്റർഡേ ട്യൂസ്ഡേയിലെ പ്രൊഫൈൽ വെച്ച് ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ബൈ ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ ഓൾറെഡി ബൈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത ലെവലാണ്. അതേപോലെ വേറെ കുറച്ച് ലെവൽസ് ഉണ്ടായിരുന്നു.
അത് ഓക്കെ TVCയുടെ ചാർട്ടിലാണ്. TVCയുടെ ചാർട്ടിൽ ഇന്നലെ ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 77 78 ബൈ ചെയ്യാം, ഇതിൻ്റെ താഴെ 75ൻ്റെ താഴെ SL വെക്കാമെന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 27 പോയിൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ SL എന്ന് പറയുന്നത് 3-4 പോയിൻ്റാണ്, ക്യാൻഡിൽ ക്ലോസ് ആണ് ഞാൻ പറയുന്നത് വേഗം. എന്നാലും പോലും 4-5 പോയിൻറ്റ് SL നമുക്ക് ഓൾമോസ്റ്റ് 26 പോയിൻറ്റിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്തു, നമ്മളെ ലെവൽ തന്നെ റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ചെയ്യും. ആ സെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്ത ലെവൽസാണ്. ഏകദേശം 50 പോയിൻറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൾട്ടി ബാങ്കിൻ്റെ ഗ്രൂപ്പിനകത്ത് ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു 58ൻ്റെ താഴെ നിങ്ങൾക്ക് പുതിയ സെല്ല് നോക്കാം, ഈ 62 എന്നുള്ള ലെവൽ SL ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ടാർഗറ്റാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 28 റേഞ്ച്. ഏകദേശം ഇത് 33 പോയിൻറ്റ് പോയിട്ടുണ്ട്, പക്ഷേ 28 എന്ന് പറയുമ്പോൾ 30 പോയിൻറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് ഈസി ആയിട്ട് കിട്ടിയ ട്രേഡുകളാണ് ഈ ഒരു ട്രേഡുകളെല്ലാം. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് പുതിയ ഓപ്പർച്യൂണിറ്റിയിൽ ബൈ ആക്റ്റീവ് ആവണമെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ലെവൽസ് ഒന്ന് മാറ്റി വരക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ ബൈസ് ആക്റ്റീവ് ആവുന്നത് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ഒരു സോണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി സെല്ലെല്ലാം എക്സിറ്റ് ചെയ്തത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ല് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ബൈ അല്ലെങ്കിൽ സെല്ല് പ്യുവറായിട്ട് മാർക്കറ്റ് സെൽ സൈഡ് പോകണമെങ്കിൽ ഈ ഒരു ലോ കട്ട് ചെയ്ത് പോകണം. 35 എന്നുള്ള ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു സെല്ല് മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ SL വരുന്നത് 35 എന്നുള്ള റേഞ്ചിൻ്റെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 38 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SL ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നെങ്കിൽ മാർക്കറ്റ് എന്താണോ ജസ്റ്റ് കുറേ ലെവൽസ് കൺഫ്യൂഷൻ ആവേണ്ട, ലെവൽസ് കണ്ടിട്ട് ഓക്കെ നിങ്ങൾക്കിപ്പം മാർക്കറ്റ് പ്യുവർ സെല്ലിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ SL എന്ന് പറയുന്നത്. ഞാനത് കളറ് മാറ്റിയിട്ട് വേറെ കളറാക്കാം. ഓക്കെ, അതിനുശേഷം പുതിയ ബൈ ആക്റ്റീവ് ആണെങ്കിൽ ഓൾറെഡി ഈ ലെവലിൽ നിങ്ങൾക്ക് ബൈ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്റ്റിൽ ഇപ്പോഴുള്ള റേഞ്ച് വെച്ചിട്ട് ബൈ ആക്റ്റീവ് ആണെങ്കിൽ ഈ ലെവലിൻ്റെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ റീടെസ്റ്റിൽ ഒന്ന് ബൈ നോക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ഫസ്റ്റ് സെറ്റപ്പ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരണം എന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സോണൊക്കെ എന്ത് ചെയ്യുക, ഗോൾഡിൽ താല്പര്യമുള്ള ആളുകൾക്ക് SL എന്ന് പറയുന്നത് ഇവിടെ ബൈ ചെയ്യണമെങ്കിൽ ഇതായിരിക്കും SL, ഇവിടെ ബൈ ചെയ്യണമെങ്കിൽ ഇതായിരിക്കും SL. സെല്ല് നോക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ റീടെസ്റ്റ് സെല്ല് നോക്കാം. മിനിമം നിങ്ങൾക്ക് 50 പോയിൻറ്റ് ടാർഗറ്റ് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതെല്ലാം 1 മിനിറ്റിലാണ് TVCയുടെ ചാർട്ടിലാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഗോൾഡിൽ പുതിയ പ്ലാൻ ചെയ്യേണ്ട ആളുകൾക്ക് ഈ ഒരു സെറ്റപ്പിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം വോളിയം പ്രൊഫൈൽ കൂടുതലായിട്ട് പഠിക്കാൻ, ഓക്കെ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമല്ലാതെ വേറെ ആളെ കോഴ്സ് എടുത്ത് അല്ലാതെ വേറെ ആളെ വിശ്വസിച്ചിട്ട് ട്രേഡ് ചെയ്യാനല്ല, പഠിച്ച ലോജിക്ക് വെച്ച് നിങ്ങൾ എന്താണ് പഠിച്ചത് ആ ലോജിക്ക് വെച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. പ്രോഫിറ്റ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഞാൻ തരുന്നതായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എല്ലാം പഠിച്ചെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും, മിസ്റ്റേക്ക് തിരുത്തി മുന്നോട്ട് പോവുക. ട്രേഡിംഗ് എന്നത് ഒരു എന്താ പറയുക, നമ്മളൊരു കരിയറാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. അത്രയോളം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.